നമസ്കാരം. അമ്മയെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തി 17-കാരി. ശേഷം മൃതദേഹം നഗ്നമാക്കി നടന്നത് ലൈംഗിക അതിക്രമമാണെന്ന് വരുത്തി തീർക്കാനും പ്രതികൾ ശ്രമിച്ചു. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ ചിൻഹദിലാണ് 40-കാരിയായ ഉഷ സിംഗിനെ മകളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത്. പ്രദേശത്തെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും പോലീസിന്റെ ചോദ്യം ചെയ്യലുമാണ് പ്രതികളെ കുടുക്കിയത്. അജ്ഞാതർ വീട്ടിലെത്തി അമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇത് കള്ളമാണെന്ന് തെളിയുകയായിരുന്നു. വീട്ടിൽ എത്ര പേർ അതിക്രമിച്ച് കയറി, അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നോ, കവർച്ചയുടെ ലക്ഷണങ്ങളില്ലാതിരുന്നത് എന്തുകൊണ്ട്, സംഭവം നടക്കുമ്പോൾ പെൺകുട്ടി എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത്. ഇതിന് കൃത്യമായി ഉത്തരം നൽകാൻ പെൺകുട്ടിക്ക് സാധിക്കാതെ വന്നതോടെ കൊലപാതകം പുറത്തറിയുകയായിരുന്നു. അതേസമയം പോലീസ് CCTV പരിശോധിച്ചതിൽ സംഭവം നടക്കുന്ന സമയം പ്രദേശത്തേക്ക് ആരെങ്കിലും എത്തിയതിൻ്റെയോ തിരിച്ചു പോയതിൻ്റെ സൂചനയും ലഭിച്ചിരുന്നില്ല. ഞായറാഴ്ച പുലർച്ചെ 3:30-നാണ് 40-കാരി വീടിനുള്ളിൽ കൊല്ലപ്പെടുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ച യുവതിയും മകളും മാത്രമായിരുന്നു വീട്ടിൽ താമസം. പെൺകുട്ടിയുടെ അമ്മാവൻ സ്ഥലത്തെത്തിയാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. അമ്മാവന്റെ സാന്നിധ്യത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് വനിതാ ഉദ്യോഗസ്ഥർ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. അമ്മയുടെ കൊലപാതകത്തിന് മുൻപ് 17-കാരനെ വിളിച്ച വിവരം കൂടി ലഭിച്ചതോടെ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയായ 17-കാരനുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ വർഷം 2 പേരും ഒളിച്ചോടിയിരുന്നു. പെൺകുട്ടിയെ കണ്ടെത്തിയ പോലീസ് 17-കാരനെതിരെ കേസെടുക്കുകയും ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പരാതി നൽകിയതിനും ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയതിനും യുവതിയെ കൊല്ലുമെന്ന് 17-കാരൻ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രിയോടെ 17-കാരൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച ശേഷം ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിച്ചു. ചോര പറന്നാണ് മരണം സംഭവിച്ചത്. യുവതിയുടെ മൃതദേഹം നഗ്നമാക്കി ലൈംഗിക അതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാനും പ്രതികൾ ശ്രമിച്ചു. തുടർന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നതായി ഈസ്റ്റ് സോൺ DCP ശശാങ്ക് സിംഗ് പറഞ്ഞു.